ഹൈന്ദവ വിശ്വാസികളെ എതിർക്കുന്നവരെ തോൽപ്പിക്കാൻ ബി.ജെ.പി. വോട്ട് മറിക്കണമെന്ന ആവശ്യമുയർത്തി ബി.ജെ.പി. നേതാവ് ടി.പി. സെൻകുമാർ. വി.ഡി. സതീഷിനെ പോലെയുള്ള നേതാക്കൾക്കെതിരെ എതിർ സ്ഥാനാർത്ഥികൾക്ക് ബി.ജെ.പിയുടെ വോട്ട് നൽകണമെന്നും നിർദ്ദേശം. സെൻകുമാറിന്റെ നിർദ്ദേശങ്ങളെ തള്ളി ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ടി.പി. സെൻകുമാറിന്റെ നിലപാടുകൾ തള്ളി ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത്. ഹിന്ദുക്കളെ കടന്നാക്രമിക്കുന്നത് പലപ്പോഴും ഹിന്ദു നാമധാരികൾ തന്നെയാണ്. രാഷ്ട്രീയം നോക്കാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്താൻ തന്ത്രപരമായ നീക്കം ബി.ജെ.പി. കൈക്കൊള്ളണമെന്നാണ് സെൻകുമാർ പറഞ്ഞത്. ഹിന്ദുക്കളെ എതിർക്കുന്നവരെ തോൽപ്പിക്കാൻ രണ്ടാം സ്ഥാനത്തുള്ള കക്ഷികൾക്ക് വോട്ട് നൽകണമെന്നും ചില സീറ്റുകളിൽ മത്സരിക്കാതെ ബി.ജെ.പി. മാറി നിൽക്കണമെന്നുമാണ് സെൻകുമാറിന്റെ വിവാദ പരാമർശം. ഇതിനെയാണ് രാജീവ് ചന്ദ്രശേഖർ തള്ളിക്കളഞ്ഞത്. സെൻകുമാറിന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും ബി.ജെ.പിക്ക് അതിൽ പങ്കില്ലെന്നും വ്യക്തമാക്കിയ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ നിലപാട് പറയേണ്ടത് താനാണെന്നും തുറന്നടിച്ചു. വി.ഡി. സതീഷിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് തന്റെ നിർദ്ദേശം സെൻകുമാർ മുന്നോട്ട് വെച്ചത്. സതീഷിന്റെ പേര് ഹിന്ദുവിൻ്റെതാണെങ്കിലും പ്രവർത്തനങ്ങളെല്ലാം ഹിന്ദു വിരുദ്ധമാണെന്നും അത്തരക്കാരെ പരാജയപ്പെടുത്തണമെന്നുമാണ് സെൻകുമാർ മുന്നോട്ട് വെച്ചത്. സതീഷിനെ പോലെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്. അവരെല്ലാം ഹിന്ദു ദർശനങ്ങൾക്കെതിരെയും ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയുമാണ് പ്രവർത്തിക്കുന്നത്. ഹിന്ദു സമൂഹം വോട്ടുകൾ മറിച്ചു ചെയ്താൽ ഹൈന്ദവരുടെ ശത്രുക്കളായ ഇത്തരം നേതാക്കളെ തോൽപ്പിക്കാൻ കഴിയും. ബി.ജെ.പിയോ ബി.ഡി.ജെ.എസോ ഇത്തരം സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ രണ്ടാമത് വരുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് സൂചിപ്പിച്ച സെൻകുമാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീഷിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യവുമായി എൻ.ഡി.എ മുന്നോട്ട് വരണമെന്ന് തുറന്നു പറയുകയും ചെയ്തു. ഒരു ചാനൽ ചർച്ചയിലാണ് ബി.ജെ.പിയെ പ്രതിസ്ഥാനത്താക്കുന്ന ഈ വിധം പരാമർശങ്ങളുമായി സെൻകുമാർ രംഗത്ത് വന്നത്. പറവൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ നിർത്താതെ യു.ഡി.എഫിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകി സതീഷിനെ പോലെയുള്ള ഹിന്ദു നാമധാരികളെ തോൽപ്പിക്കണമെന്നാണ് സെൻകുമാർ ആഹ്വാനം ചെയ്തത്. നോർത്ത് പറവൂരിൽ സതീഷിന് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. ഇവിടെ ബി.ജെ.പി. മത്സരിക്കാതെ വോട്ട് മറിച്ചാൽ സതീഷിനെ തോൽപ്പിക്കാൻ കഴിയും. അവിടെ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചാലും ഹിന്ദുക്കൾക്കെതിരെ തീവ്രവാദ ആരോപണങ്ങൾ ഉയർത്തുന്ന സതീശൻ നിയമസഭയിൽ എത്തുന്നത് തടയാൻ കഴിയും. സെൻകുമാറിന്റെ ഈ വിധം പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി.ജെ.പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നുവെന്നും ആ കോലിബി കൂട്ടുകെട്ടാണ് യു.ഡി.എഫിനെ വിജയം നേടിക്കൊടുത്തതെന്നുമാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണം. അതേസമയം CPM-ഉമായിട്ടാണ് ബി.ജെ.പി. രഹസ്യ കൂട്ടുകെട്ട് ഉണ്ടാക്കിയതെന്നാണ് യു.ഡി.എഫിന്റെ വാദം. ഈ വിധം ആരോപണ പ്രത്യാരോപണങ്ങൾ ശരിവെക്കുന്ന സമീപനമാണ് ഇപ്പോൾ സെൻകുമാർ നടത്തിയതും ബി.ജെ.പി. പ്രതിസന്ധിയിലായതും. തിരുനാവായിൽ നടക്കുന്ന കേരള കുംഭമേള എന്ന മാഘമക ആഘോഷത്തിനു വേണ്ടി സംഘാടകർ ഭാരതപ്പുഴയിൽ അനധികൃതമായി പാലം നിർമ്മിച്ചപ്പോൾ റവന്യൂ വകുപ്പ് അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് വിവാദമായിരുന്നു. അനുമതി തേടാതെ JCB ഉപയോഗിച്ച് പുഴ കുഴിച്ചതും മണൽത്തിട്ട നിരപ്പാക്കി പാലം പണിതതുമാണ് റവന്യൂ വകുപ്പ് തടഞ്ഞത്. പിന്നീട് കളക്ടർ ഇടപെട്ട് ചർച്ചകൾക്ക് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുകയായിരുന്നു. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ഹൈന്ദവാഘോഷങ്ങൾക്ക് സർക്കാർ തടസ്സം നിൽക്കുകയാണെന്ന വിധത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരണം ശക്തമാക്കിയത്. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചറും ചില സന്യാസികളും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. ഈ സന്ദർഭത്തിലാണ് ഹൈന്ദവ സംഘാടകർക്ക് സംഭവിച്ച വീഴ്ചകളെയും വർഗീയ രാഷ്ട്രീയത്തെയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണ് ടി.പി. സെൻകുമാറിനെ പ്രകോപിതനാക്കിയതും സതീഷിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ ഇടയാക്കിയതും. പ്രമുഖ ബി.ജെ.പി. നേതാവ് കൂടിയായ സെൻകുമാറിനെ പരസ്യമായി തിരുത്തിക്കൊണ്ട് ബി.ജെ.പി. അധ്യക്ഷൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സതീഷിനെതിരെ ഒരു വിഭാഗം തീവ്ര ഹൈന്ദവർ പ്രതികരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തനിക്കെതിരെ CPM ബി.ജെ.പി. കൂട്ടുകെട്ട് നിലനിൽക്കുന്നുവെന്ന വി.ഡി. സതീഷിന്റെ വാദം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്.